സംസാരിക്കുന്ന കഴുത. കഴുത സംസാരിക്കുമോ? കേട്ടു നോക്കൂ. പണ്ട് ഒരു കർഷകന് ഒരു കഴുതയുണ്ടായിരുന്നു. ആ കഴുതയെ അയാൾ രാപകലില്ലാതെ പണിയെടുപ്പിച്ചു. നന്നായിട്ട് കഴുത അധ്വാനിച്ചു. കർഷകൻ കഴുതയെ അധ്വാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കാലം കുറേ കഴിഞ്ഞപ്പോൾ ഈ കഴുത ആരോഗ്യമില്ലാത്ത, പ്രവർത്തിക്കാൻ കഴിയില്ലാത്ത, ജോലി ചെയ്യാൻ കഴിവില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അതിനെ ആരും വാങ്ങുവാൻ പോലും തയ്യാറായില്ല. അങ്ങനെ ആയപ്പോൾ ഈ കർഷകൻ ആ കഴുതയെ കൊന്നുകളയുവാൻ തീരുമാനിച്ചു. അയാൾ അദ്ദേഹത്തിൻ്റെ പറമ്പിലുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് അതിനെ തള്ളിയിടുകയും അതിൻ്റെ മുകളിലേക്ക് തൻ്റെ മൺവെട്ടി കൊണ്ട് മണ്ണ് കോരി ഇടുകയും ചെയ്തു. ഓരോ പ്രാവശ്യവും കഴുതയുടെ പുറത്ത് മണ്ണ് വീഴുമ്പോൾ കഴുത തൻ്റെ പിറകിലെ രണ്ട് കാലുകൾ പൊക്കി ആ മണ്ണിൻ്റെ മുകളിൽ സ്ഥാനമുറപ്പിച്ചു. അപ്രകാരം തന്നെ ഫ്രണ്ടിലെ രണ്ട് കാലുകളും. ഇങ്ങനെ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. വൈകുന്നേരമായപ്പോൾ കർഷകൻ്റെ കിണർ മൂടി. പക്ഷേ അത്ഭുതം, കഴുത മുകളിൽ നിൽക്കുന്നു. അപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു പോയി. ഈ കഥയിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും, അതെത്ര കഠിനമാണെങ്കിലും പ്രയാസം നിറഞ്ഞതാണെങ്കിലും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയും എന്ന മെസ്സേജ്. അതായത് കഴുത ആ മെസ്സേജാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഓർമ്മിക്കുക, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ കഴിയും. നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമ്മളിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. ഒരു ശുഭദിനം നേരുന്നു.